പങ്കുവച്ചിട്ടുണ്ട്, അവരുടെ അഡ്വൈസ് തേടിയിട്ടുണ്ട്. പിന്നെ ഈ സംഘം ഇവിടെ വന്നിട്ട് അവരും ഇത് നോക്കിയിട്ട് അവരും ഈ ഡോക്ടർമാരായിട്ട് കൺസൾട്ട് ചെയ്യും. എന്നിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും. അതിലേക്കൊക്കെ നമ്മളിപ്പോൾ അതൊന്നും നോക്കുന്നില്ല. ഇപ്പം അടിയന്തരമായിട്ട് നമുക്ക് ഈ കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അത് പിന്നെ നമുക്ക് ബാക്കി പിന്നീട് നോക്കാം. ഇപ്പം നമുക്ക് ഇവരുടെ ആരോഗ്യം മെച്ചപ്പെട്ട് നമുക്ക് നല്ല രീതിയിൽ അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനോട് എല്ലാവരും കൂടി അതിനാണ് ശ്രമിക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ നമുക്കിത് കഴിഞ്ഞിട്ട് എന്താണെന്ന് അപ്പോൾ പരിശോധിക്കാം. മന്ത്രി പി രാജീവ് ആശുപത്രിയിലാണുള്ളത്. എന്താണ് നേരത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അങ്ങോട്ടേക്ക് വിളിച്ച് ഡോക്ടർമാരുടെ ഒരു ബോർഡ് രൂപീകരിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. ഹൈബിയുടെ എം പിയോട് സംസാരിക്കുകയാണ്. ഇവിടെ മിനിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ മെഡിക്കൽ ബുള്ളറ്റിൻ ഇപ്പോൾ ആശുപത്രി അധികൃതർ പുറത്ത് ഇറക്കും. കാരണം ഞങ്ങളെല്ലാം പറയുന്നതിനേക്കാൾ അതിൻ്റെ ഒരു മെഡിക്കൽ ടെർമിനോളജിയിൽ അവർ തന്നെ വ്യക്തമാക്കും. കൊണ്ടുവന്നപ്പോൾ വളരെ ഗുരുതരമായൊരു സാഹചര്യത്തിലായിരുന്നു. ആൾക്ക് ഗുരുതരമായൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ 24 മണിക്കൂർ ഒബ്സർവേഷന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ കിട്ടാവുന്ന ഏറ്റവും വിദഗ്ധമേറിയ ചികിത്സ, വൈദഗ്ധ്യം നിറഞ്ഞ ആളുകളെ കൊണ്ടുവന്ന് ചികിത്സിപ്പിക്കാനുള്ള തീരുമാനമാണ് ബഹുമാനപ്പെട്ട മന്ത്രിയും ഗവൺമെൻറ്റും എല്ലാം എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കുന്നത്. അത് ഞങ്ങൾക്ക് വലിയ പൂർണ്ണ സൗഖ്യം പ്രാപിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്.